ഇന്ന് നമ്മൾ സാമ്പാർ പൊടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് 1 ടേബിൾ സ്പൂണ് അരി എടുത്തിട്ടുണ്ട്, കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് 1/4 കപ്പാട്ടോ. അതിനകത്ത് തോരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് 1/4 കപ്പ്, 1/2 കപ്പ് മുളക് എടുത്തിട്ടുണ്ട്, മല്ലി 1/2 കപ്പ്, 1 ടേബിൾ സ്പൂണ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഇതിന്ന് 1 സ്പൂണ് കായ, LG കായാണ് കേട്ടോ, പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതേമാതിരി 1/4 കപ്പ് വേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. നമുക്കത് വറുത്തെടുക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വറുത്തെടുക്കുകയാണ് നല്ലത് കേട്ടോ. മല്ലി ഇട്ട് കൊടുക്കാം, കടലിട്ട് കൊടുക്കാം, പൊട്ടുകടല കേട്ടോ, പരിപ്പ്, ഉഴുന്നുപരിപ്പ്, നന്നായി വറുത്തെടുക്കട്ടോ. ഇനി നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം. ഞാൻ കാശ്മീരി മുളകാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് എരിയുള്ള മുളക് ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കട്ടോ. വെള്ളമൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടേ വെള്ളം തുടച്ച് വെച്ചതാണ് കേട്ടോ. വേപ്പില ഇനി നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. എരിയുള്ള മുളക് ചേർക്കണമെങ്കിൽ ഇത്ര ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാശ്മീരി മുളകായത് കാരണം കൊണ്ടാണ് 1 കപ്പോളം മുളക് ചേർത്തിട്ടുള്ളത്. ഇതൊന്ന് വറുത്ത് നമുക്കിന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിത് ചൂടാറാനൊരു പാത്രത്തിൽ വെക്കട്ടോ. ആറിയതിന് ശേഷം നമുക്കത് പൊടിച്ചെടുക്കാം. ഒരു 1/4 സ്പൂണ് കടുക്, 1/2 സ്പൂണ് ഉലുവ, അതും കൂടെ വറുത്തെടുക്കാം കേട്ടോ. നന്നായി പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. എൻ്റെ അമ്മച്ചി പറഞ്ഞ ടിപ്പാണിത്. ഉമ്മ സാമ്പാർ പൊടിയൊന്നും പുറത്തുനിന്ന് വാങ്ങിക്കില്ലായിരുന്നു ചെയ്തായിരുന്നു കേട്ടോ. നമ്മളൊക്കെ ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കല്ല ചെയ്യുന്നത്. ഇന്നൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കി വരുന്നത്. ഇതിൽ തന്നെ കായം വറുത്തായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കായപ്പൊടിയിൽ മിക്സ് ചെയ്തിട്ടാണല്ലോ. ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. വറുത്ത് വെച്ച ഉലുവയും കടുകും അതിന് വേറെ ടേസ്റ്റ് ആക്കാം കേട്ടോ. ഇത് പൊടിച്ചെടുത്ത് സാമ്പാർ ഉണ്ടാക്കിയ
നല്ലൊരു മണം ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. നമുക്കിത് ഇനി പൊടിച്ചെടുക്കാതെ ഞാൻ മുളകാ പൊടിക്കണം കേട്ടോ. ബാക്കിയൊക്കെ പിന്നെ കൂട്ടാം. മുളക് ഒന്ന് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ബാക്കി ചേർത്തു. ഇനി നമുക്ക് ഇതൊക്കെ ഇട്ടിട്ട് മുളക് ഒന്ന് നന്നായി പൊടിച്ചെടുത്തു കേട്ടോ. നല്ല പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. നമുക്ക് ഒരു പാത്രത്തിലിട്ടിട്ട് വെക്കാം. നല്ല ഹോം മെയ്ഡ് സാമ്പാർ പൊടി റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.